തെരഞ്ഞെടുപ്പിന്റെ അടിയൊഴുക്കും ആധികാരിക വിശകലനങ്ങളും ആദ്യമെത്തിക്കാൻ റിപ്പോർട്ടർ എഡിറ്റോറിയൽ ടീം. ബീഹാർ ബിഗ് ബാറ്റിൽ. ദില്ലിയിൽ ഓഗസ്റ്റിൽ ആക്രമണം നടത്താനായിരുന്നു ഒമറിന്റെയും ഫരീദാബാദ് സംഘത്തിന്റെയും പദ്ധതിയെന്ന് കണ്ടെത്തൽ. സ്ഫോടക വസ്തുക്കൾ ലഭിക്കാത്തതിനാൽ സമയം നീട്ടി എന്ന് മൊഴി. ഡിസംബർ 6 സ്ഫോടന പരമ്പരയ്ക്ക് ലക്ഷ്യമിട്ടു. തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ നിരീക്ഷിക്കാൻ ദില്ലിയിൽ പലതവണ എത്തിയെന്നും മൊഴി. ദില്ലി സ്ഫോടനത്തിന്റെ ആസൂത്രണം സ്വിസ് ആപ്പ് ഉപയോഗിച്ചെന്ന് NIA കണ്ടെത്തൽ. പാകിസ്ഥാൻ തുർക്കി ബന്ധങ്ങളിൽ അന്വേഷണം. ഉമർ നബിയുമായും ഷഹീനുമായും ബന്ധമുള്ളവരെ തിരഞ്ഞ് അന്വേഷണ സംഘം. അൽ ഫലാ സർവകലാശാലയിലെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു. നിർണായക അറസ്റ്റുകൾ ഉടൻ. ബീഹാർ വോട്ടെണ്ണലിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെങ്ങും അതീവ സുരക്ഷ. നവീൻ ബാബു കേസ് മേൽനോട്ടം വഹിച്ച TK രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ആയുധമാക്കി കോൺഗ്രസ്. എല്ലാം ആസൂത്രിതമെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് റിപ്പോർട്ടറിനോട്. CPM ദിവ്യയ്ക്ക് നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റ് രത്നകുമാറിനും നൽകിയെന്ന് മാർട്ടിൻ ജോർജ്. സ്ഥാനം നേരത്തെ പറഞ്ഞു വെച്ചതെന്നും DCC പ്രസിഡന്റ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നിറങ്ങും. സ്ഥാനാർത്ഥികൾക്ക് രാവിലെ 11 മുതൽ പത്രിക നൽകാം. പിൻവലിക്കാനുള്ള അവസാന ദിവസം ഈ മാസം 24. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെയുള്ള SIR ഭരണസ്തംഭനത്തിന് വഴിയൊരുക്കുമെന്ന് സർക്കാർ. എതിർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A പത്മകുമാറിന് ഇന്ന് നിർണായകം. ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കാൻ SIT. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിന് സാധ്യത. കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ മുൻ സെക്രട്ടറി ജയശ്രീയുടെ അറസ്റ്റും വൈകില്ല. തുറവൂരിൽ ഗഡർ വീണ് യുവാവ് മരിച്ചതിൽ അന്വേഷണം ഊർജിതം. ദേശീയപാത അതോറിറ്റി ഇന്ന് അപകട സ്ഥലം സന്ദർശിച്ചേക്കും. നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലങ്ങളിലെ സുരക്ഷയും വിലയിരുത്തും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന നിലപാടിൽ പ്രദേശവാസികൾ. കൽപ്പാത്തിയിൽ ഇനി തേരുത്സവം. ദേവരഥ പ്രയാണം ഇന്ന് തുടങ്ങും. ആഘോഷത്തോടെ വരവേൽക്കാനൊരുങ്ങി കൽപ്പാത്തി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന രഥോത്സവം 16 സമാപിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ. ഇന്ത്യ ഇറങ്ങുന്നത് ഓസ്ട്രേലിയൻ മണ്ണിൽ 2020 പരമ്പര നേടിയ ആത്മവിശ്വാസത്തിൽ. വെൽക്കം ടു ബീഹാർ ബിഗ് ബാറ്റിൽ. കോൺ ബനേഗ ബീഹാർ ബിഗ് ബോസ് എന്നതാണ് ചോദ്യം. ഇപ്പോൾ 26 മിനിറ്റ് മാത്രം സമയം ബാക്കി. സുജയ, എന്തും സംഭവിക്കാം. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അത് നമ്മൾ അറിയും. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് വന്ന ഇന്നത്തെ പ്രസ്താവന ബീഹാറിൽ വോട്ട് ചോരി നടന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ്. അതൊരു ജാമ്യമെടുക്കലാണോ സുജയ? ഉറപ്പായും. കാരണം വിധി വരുന്നതിന് മുമ്പ് തന്നെ പറയുമ്പോൾ അതിനെ നമ്മളൊരു ആന്റിസിപ്പേറ്ററി ബെയിൽ എന്നാണ് സാധാരണ പറയാറുള്ളത്. NDA 150 സീറ്റിലധികം നേടുമെന്ന് ചിരാഗ് പാസ്വാൻ പറഞ്ഞിരിക്കുന്നു. ആത്മവിശ്വാസം ഒരു ഭാഗത്ത് കൂടുന്നു. NDA ക്യാമ്പ് 180 സീറ്റിലധികം നേടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സൂചനയാണ്. നോക്കൂ, ഇത്തവണ അധികാരത്തിലെത്തുന്ന ബീഹാർ ഗവൺമെന്റ് 2029 അവസാനം വരെ ഉണ്ടാവും കേട്ടോ. 2029 2030 ഇനി തെരഞ്ഞെടുപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുക്കുന്ന ബീഹാർ സർക്കാരിന്റെ സമയത്തായിരിക്കും. അതായത് അടുത്ത വനിതാ സംവരണമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതാണ് ഏറ്റവും കൂടുതൽ വനിതകൾ ഇറങ്ങി വോട്ട് ചെയ്തിരിക്കുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. അപ്പോഴേക്കും നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാനാണ് സാധ്യത. ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കുറി മുഖ്യമന്ത്രിയായിട്ട് നിതീഷ് കുമാർ തന്നെ വന്നേക്കാം. പക്ഷേ മുഖ്യമന്ത്രി ജയിച്ചാൽ പാതി ടേം കഴിഞ്ഞാൽ നിതീഷ് കുമാർ മാറുകയും BJP ഫേസ് വരികയും ചെയ്യാനുള്ള സാധ്യതകൾ കളയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയം പ്രേക്ഷകർക്കറിയാം. പാൽത്തൂറാം. എപ്പോൾ വേണമെങ്കിലും സൈഡുകൾ മാറാവുന്ന ഒരു സ്വിച്ചിങ് മെഷീനാണ് നമ്മളുടെ നിതീഷ് കുമാർ എന്നുള്ളത് പ്രേക്ഷകരെ. പക്ഷെ അപ്പോഴും നിതീഷ് കുമാറിനെ ഇഷ്ടമാണ് സ്ത്രീകൾക്ക്. അതുകൊണ്ടാണ് സ്ത്രീ വോട്ടർമാർ കൂടുതൽ നിതീഷ് കുമാറിന് വേണ്ടി വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. നമുക്കിപ്പം പിയ സുനിൽ ഡൽഹിയിൽ നിന്നും ആദിൽ പാലോട് ബീഹാറിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. പിയ സുനിലേക്ക്. പിയ സുനിൽ, ഇപ്പോൾ ചിരാഗ് പാസ്വാൻ അടക്കമുള്ളവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 150 സീറ്റുകളിലേക്ക് പോകും. എന്നാൽ മറുപക്ഷത്ത് അല്പം മ്ലാനതയുണ്ട്, അല്പം ആശങ്ക
ആശങ്കയുണ്ട്, അല്പം ടെൻഷനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടേതായി വന്നിരിക്കുന്ന ഒരു പ്രസ്താവന ബീഹാറിലും വോട്ട് ചോരി നടന്നിട്ടുണ്ടാകാം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഈ എക്സിറ്റ് പോളുകൾ ഒരുപക്ഷെ എക്സാക്ട് പോളുകളാകും എന്നുള്ളത് തേജസ്വിയും രാഹുൽ ക്യാമ്പും മഹാഗഡ്ബന്ധൻ സഖ്യം ഭയക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. അമിതമായ ആഹ്ലാദ പ്രകടനമോ അമിതമായ ആത്മവിശ്വാസമോ ഇപ്പോഴും ഇന്ത്യ മുന്നണിക്ക് മഹാഗഡ്ബന്ധൻ ഇല്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. പി ആർ സുനിൽ. അരുൺ, എക്സിറ്റ് പോളുകൾ തള്ളുമ്പോഴും ആശങ്ക മഹാസഖ്യത്തിൽ എല്ലാ പാർട്ടികൾക്കുമുണ്ട്. കാരണം ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും, ഇതിനു മുൻപ് എക്സിറ്റ് പോളുകൾ തെറ്റിയ ചരിത്രമുണ്ടെങ്കിൽ പോലും ഇത്തവണത്തെ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായി തള്ളിക്കളയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്ന് ചില പാർട്ടികളെങ്കിലും വിലയിരുത്തുന്നുണ്ട്. ഏതായാലും മഹാസഖ്യം ആശങ്കയോടെ തന്നെയാണ് എക്സിറ്റ് പോളിനെ കാണുന്നത്. ഏതായാലും അതിനു മുൻപ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന്, രാഹുൽ ഗാന്ധി ക്യാമ്പുകളിൽ നിന്ന് വരുന്ന വിവരം എന്നത്, ഒരു അഭിപ്രായം എന്നത്, ബീഹാറിൽ വലിയ തോതിൽ ഇത്തരത്തിൽ വോട്ട് ചോരി നടന്നിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലും ഏതാണ്ട് 28 ലക്ഷം കള്ളവോട്ടുകൾ ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് രാഹുൽ ക്യാമ്പ് ആരോപിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ഒരു ആരോപണം കൂടി രാഹുൽ ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുകയാണ്. അതേസമയം NDA മുന്നണി വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇപ്പോൾ ചിരാഗ് പാസ്വാൻ പറഞ്ഞിരിക്കുന്നു 150-ലധികം സീറ്റ് NDA സഖ്യം നേടുമെന്നതാണ്. ബീഹാറിലെ ഉപമുഖ്യമന്ത്രിയായ വിജയ് സിൻഹ ഇപ്പോൾ ക്ഷേത്രത്തിലെത്തി പൂജ നടത്തുകയാണ്. ബീഹാറിൽ വലിയ മുന്നേറ്റമുണ്ടാക്കും എന്നാണ് ബീഹാർ ഉപമുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും NDA ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ്. 501 കിലോ ലഡ്ഡുവാണ് BJP ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു വലിയ ഉത്സവം, അങ്ങനെ വലിയ ആത്മവിശ്വാസം ലഡ്ഡുവാണ്. ലഡ്ഡു 501 കിലോ ഉണ്ട്. 501 കിലോ ലഡ്ഡു ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ദീപാവലിയും അങ്ങനെയല്ല, ദീപാവലി കഴിഞ്ഞെങ്കിലും വലിയൊരു ദീപാവലി ആഘോഷം ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തും എന്നാണ് BJP പ്രഖ്യാപിച്ചത്. നമുക്കിവിടെ കൽപ്പാത്തിയിൽ രഥോത്സവമാണ് ഞായറാഴ്ച. ബീഹാറിലെ രഥോത്സവം അത് നിതീഷിന്റെ രഥമായിരിക്കും ഉരുളുക എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് മറുഭാഗം, അതായത് NDA ക്യാമ്പ് എത്തുന്നത് നമുക്ക് എക്സിറ്റ് പോളിൽ നിന്നുള്ള ഒരു ആത്മവിശ്വാസം എന്ന് പറയാം. പക്ഷേ ഇന്ത്യ മുന്നണി എന്തുകൊണ്ടാണ് ഇപ്പോഴേ അങ്ങ് വിട്ടുകൊടുക്കുന്നത്? വോട്ട് തേജസ്വി യാദവിന് വലിയ ആത്മവിശ്വാസമുണ്ട്. ഇനി അതെ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. മത്സരം കടുക്കുമെന്നുള്ളതിന്റെ എക്സിറ്റ്